വകുപ്പുകളിൽ തീരുമാനമായതോടെ വിവിധ കേന്ദ്രമന്ത്രിമാർ ചുമതല ഏറ്റെടുത്തു. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കറും റെയിൽവേ മന്ത്രിയായി അശ്വിനി വൈഷ്ണവും ആരോഗ്യമന്ത്രിയായി JP നദ്ദയും ചുമതല ഏറ്റെടുത്തു. വിവിധ വകുപ്പുകളിലെ സഹമന്ത്രിമാരും ഇന്ന് ചുമതലയേറ്റു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, മന്ത്രിമാരിൽ പ്രമുഖരെല്ലാം തന്നെ ഇന്ന് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. വിവിധ സഹമന്ത്രിമാരും സുരേഷ് ഗോപി അടക്കമുള്ള സഹമന്ത്രിമാരും ഇന്ന് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഓഫീസുകൾ സജീവമായി? മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭാംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി പ്രഖ്യാപനം പുറത്തു വന്നിരുന്നു. അതിന് പിറകെ മന്ത്രിമാർ അതത് മന്ത്രാലയങ്ങളിലെത്തി ചുമതല ഏറ്റെടുക്കുകയാണ്. വിദേശകാര്യമന്ത്രിയായി S ജയശങ്കർ ചുമതല ഏറ്റെടുത്തു. കൂടാതെ അശ്വിനി വൈഷ്ണവ് ഓഫീസിലെത്തിക്കൊണ്ട് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തു. അത്തരത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെല്ലാം തന്നെ അവരുടെ ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുത്തു. ഇന്നു മുതൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനം ഫുൾ ഫ്ലഡ്ജിൽ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം കേന്ദ്ര സഹമന്ത്രിമാർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരും ഇന്നും ഈ ചുമതല ഏറ്റെടുക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ള സുരേഷ് ഗോപി പെട്രോളിയം, ടൂറിസം വകുപ്പുകളുടെ ചുമതല അതത് മന്ത്രാലയങ്ങളിൽ എത്തിക്കൊണ്ട് ഏറ്റെടുത്തത്. അതിനുശേഷം നൽകിയിട്ടുള്ള മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഭാരതത്തെ സംബന്ധിച്ച് ടൂറിസം മേഖലയിൽ കേരളം അതിന്റെ തിലകക്കുറിയാണ്. അതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒപ്പം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അടുത്ത തവണ മനോഹരമായി പൂരപ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അപകടങ്ങളില്ലാതെ തൃശൂർ പൂരം നടത്താൻ സാധിക്കും, അല്ലെങ്കിൽ അതിന് മുൻകൈയെടുക്കും എന്നുള്ള കാര്യം കൂടിയും ഇത്തരത്തിൽ ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം നാളെ നാട്ടിലേക്ക് മടങ്ങും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കോഴിക്കോടും കണ്ണൂരുമായി ക്ഷേത്ര ദർശനം, പിന്നീട് തൃശ്ശൂരിൽ ജനങ്ങളെ കാണും, അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് പോകും എന്നാണ് സുരേഷ് ഗോപി അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫിഷറീസ് മന്ത്രാലയത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി ലല്ലൻ സിംഗുമായി യോഗം ചേരുകയാണ്. ആ യോഗത്തിന് ശേഷമായിരിക്കും ജോർജ് കുര്യൻ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുക. അത്തരത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകളിലെ മന്ത്രിമാരും സഹമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. ശരി ജിഷ്ണു.